നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇതൊരു ടഫ് ലോസാണ്, ഇത്രയും പ്രതീക്ഷിച്ചില്ല. ആഴ്സണലിനോട് 3-0 തോറ്റ ശേഷം റയൽ മാഡ്രിഡിൻ്റെ കോച്ച് കാർലോ ആഞ്ചലോട്ടി പ്രതികരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം പറയുന്നു രണ്ടാം പാദത്തിൽ തിരികെ വരാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന്. രണ്ടാം പാദ മത്സരം ഏപ്രിൽ 17 പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 സാന്റിയാഗോ ബെർണാബൂവിലായിരിക്കും നടക്കുക. 3 ഗോൾ കടം വീട്ടി തിരികെ വരിക എന്നുള്ളത് എളുപ്പമല്ല, പക്ഷേ അതിനുവേണ്ടി റയൽ ശ്രമിക്കുമെന്ന് തന്നെ ഇപ്പോൾ കോച്ച് പറയുന്നു. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകും. അദ്ദേഹം പറയുന്നു, ആദ്യത്തെ ഒരു മണിക്കൂർ എൻ്റെ ടീം നല്ല രൂപത്തിൽ തന്നെയാണ് കളിച്ചത്. ദെൻ ഞങ്ങൾ ആ 2 സെറ്റ് പീസുകളിൽ നിന്ന് ഗോളുകൾ വഴങ്ങി. അത് വളരെ ടഫായിട്ടുള്ള ഒന്നായിരുന്നു. ഞങ്ങൾക്ക് വേണ്ട വിധത്തിൽ സെക്കൻഡ് ഹാഫിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല. ആദ്യ ഹാഫ് പോലെ ചെയ്യാൻ പറ്റിയില്ല. ഇതൊരു ടഫ് ലോസാണ്. ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. വി ഡിഡ്ന്റ് എക്സ്പെക്റ്റ് ഇറ്റ്. തീർച്ചയായിട്ടും വളരെ ബാഡായിട്ടാണ് അവസാനത്തെ 30 മിനിറ്റുകൾ ഞങ്ങൾ കളിച്ചത്. പ്ലെയേഴ്സിന് ആ 2 ഗോളുകൾക്ക് ശേഷം വേണ്ട വിധത്തിൽ റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല. മെൻ്റലി ആൻഡ് ഫിസിക്കലി അവർ വീണു പോവുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് കളിയുടെ കൺട്രോൾ നഷ്ടമായി. ആഴ്സണലാണ് ഏറ്റവും ബെറ്ററായിട്ട് ആ ഘട്ടങ്ങളിൽ കളിച്ചത്. എന്തായാലും ഞങ്ങൾക്ക് മുന്നിൽ ഇനി വളരെ കുറഞ്ഞ സാധ്യതകളേ ഉള്ളൂ, പക്ഷെ അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിക്കും എന്ന് തന്നെ കോച്ച് പറയുന്നു. ഈ സീസൺ അത്ര മികച്ചതല്ല ആഞ്ചലോട്ടിക്ക് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ അവസാനമായി കളിച്ച 4 കളികളിൽ നിന്ന് റയൽ വഴങ്ങിയ ഗോളുകളുടെ എണ്ണം അറിയാമോ? 11 എണ്ണം. 9 ഗെയിമുകൾ ഇൻ എ റോ വിത്തൗട്ട് ക്ലീൻ ഷീറ്റാണ് അവർ കളിച്ച് തീർത്തിട്ടുള്ളത്. അതും ഡിഫൻസിൽ വലിയ പ്രശ്നങ്ങൾ തുറന്ന് കാണിക്കുന്ന ഒന്നാണ്. ഇനി ഇപ്പോൾ 50 മത്സരങ്ങൾ 6 സീസണുകളിലായിട്ട് ആഞ്ചലോട്ടിയുടെ കീഴിൽ റയൽ തോറ്റു എന്ന കണക്കിലേക്ക് കൂടി എത്തുന്നു. 2013-14 സീസണിൽ 6 കളികൾ തോറ്റു, 14-15 10 കളികൾ തോറ്റു, 21-22 9 കളികൾ തോറ്റു, 22-23 12 കളികൾ തോറ്റു. പക്ഷേ കഴിഞ്ഞ സീസണിൽ 2 കളികളാണ് തോറ്റിരുന്നത്. ഇപ്പോഴിതാ ഈ സീസണിൽ 11 കളികൾ തോറ്റിരിക്കുന്നു. ആഞ്ചലോട്ടിക്ക് തിരികെ വരണം. അതിന് ബെർണാബുവിലെ ആഴ്സണലിനെതിരെ സാധ്യമാവുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.